വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. സേവകൻ ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുള്ള ആ ആദർശത്തിന്റെ ഗുണം എല്ലാ മേഖലയിലും കാണിക്കണം എന്നുള്ളതാണ് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത്. അർത്ഥത്തിൽ നോക്കുമ്പോൾ വിജയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ സ്വയംസേവകായിരുന്നു. അതേ ശാഖയിലെ സ്വയംസേവകനായിട്ട് തന്നെയാണ് ശ്രീ വിജയേട്ടൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പട്ടാളത്തിൽ ചേരുന്നു. അവിടെയും ആ മേഖലയിൽ നിന്ന് ഉണ്ടാവേണ്ട ഏത് മേഖലയിലും ഗുണവും ദോഷവും ഉണ്ടല്ലോ, അത്തരം ദോഷങ്ങളൊന്നും ബാധിക്കാതെ ചില കാര്യങ്ങൾക്ക് മേലുദ്യോഗസ്ഥൻ നിർബന്ധിച്ചപ്പോ ഞാൻ രാജ്യത്തെയാണ് സേവിക്കുന്നത്, വ്യക്തികളെ സേവിക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വരാൻ തന്നെ തയ്യാറാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതിന് ശേഷം വീണ്ടും സജീവമായി സംഘപ്രവർത്തനത്തിൽ തന്നെ തിരിച്ചു വരുന്നു. നേരത്തെ ഇവിടെ മുമ്പായിട്ട് സൂചിപ്പിച്ചു, നഗരകാര്യവാഹായിരുന്നു. അതിനുശേഷം രാജനൈതിക രംഗത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു. മണ്ഡലം രൂപീകരിക്കപ്പെട്ടപ്പോ മണ്ഡലം അധ്യക്ഷനാവുന്നു. ഈ കാലയളവിലൊന്നും കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആദർശത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ മാതൃകാ പൊതുപ്രവർത്തകനെന്നും മാതൃകാ സ്വയംസേവകനെന്നും വിശേഷിപ്പിക്കാൻ കാരണം. ഞാൻ മനസ്സിലാക്കുന്നു അത്തരമൊരു വ്യക്തിത്വം കൂടിയായിരുന്നു. ചിലപ്പം എല്ലാവരും ഉൾക്കൊണ്ടുകൊള്ളണമെന്നില്ല. വിജയേട്ടന്റെ സ്വഭാവവിശേഷങ്ങൾ ഒക്കെ അംഗീകരിക്കാനും അത് അദ്ദേഹത്തിന്റെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ അംഗീകാരം കൂടിയാണ്. ജീവിതം തന്നെ ഒരു കോസിന് വേണ്ടിയിട്ടാണ്.